ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണെന്ന് പറഞ്ഞാൽ ചക്കപ്പഴമൊന്നുമില്ല, അതൊരു ഇടനേപ്പം ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. ചക്കപ്പഴത്തും കൊണ്ടുണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഒരു 4 പഴമാണ് എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴം എൻ്റെ ഒരു ചെറുതായതുകൊണ്ട് 4 ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പുഴുങ്ങിയെടുത്തുകൊണ്ട് വരാം. ഇപ്പം നമ്മൾ പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരല്പം ഏലയ്ക്കും കുറച്ച് ചെറിയ ജീരകവും കൂടിയാണ്. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. പഴത്തിൻ്റെ ചെറിയ കഷ്ണമൊക്കെ കിടന്നാലും കുഴപ്പമില്ല. അപ്പോൾ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. അപ്പം ഞാനത് ഇത്രയും ശർക്കര എടുത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ കൊടുത്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് ശർക്കര പാനിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് അരിച്ചെടുക്കാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് തന്നെ ചേർക്കണം. നെയ്യ് ചേർത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ ഇതെല്ലാം കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഇളക്കി നമ്മുടെ പാനിൽ നിന്നൊക്കെ ഒരു വിട്ട് വരുന്ന ഒരു രീതിക്ക് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം. ആദ്യമേ ഒഴിക്കുന്ന ഒരു ടൈമിൽ കട്ടയാകുന്ന പോലെയൊക്കെ ഉണ്ടാവും. പിന്നെ അത് ഇളക്കുമ്പോൾ അങ്ങ് ശരിയായിക്കോളുവേ. ഇപ്പോൾ നമ്മൾ നല്ലതുപോലെ ഇളക്കി എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കാം. ഉപ്പ് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. അധികം അരിപ്പൊടി ആകരുത്. അരിപ്പൊടി അധികമായിപ്പോയാൽ അരിപ്പൊടിയുടെ ആ ഒരു ചുവ മുന്നോട്ട് നിൽക്കും. പിന്നെ നമ്മൾ അരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇച്ചിരി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളിതിലേക്ക് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു നല്ല സ്മെല്ലാണ് വരുന്നത്. ഈ ഏലക്കയുടെയും എല്ലാത്തിൻ്റെയും കൂടെ ഫ്ലേവർ നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സാധാ ഇടനേപ്പം ഉണ്ടാക്കുന്ന മാതിരി ഇടനേല എടുത്ത് കഴുകിയിട്ട് അതിലേക്ക് നമ്മൾ കുറേശ്ശെ ഈ ബാറ്റർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം തന്നെ ഇലയിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വെച്ചൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള ഇടനേപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ ചക്കപ്പഴം ഒന്നും എപ്പോഴും കിട്ടാത്തപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.